യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 21. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം തിബരിയാസ് കടൽ തീരത്ത് വെച്ച് യേശു ശിഷ്യർക്ക് വീണ്ടും പ്രത്യക്ഷനായി. അദ്ദേഹം പ്രത്യക്ഷമായത് ഇപ്രകാരമായിരുന്നു: ശീമോൻ പത്രോസും ദിദിമോസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന തോമസും ഗലീലയിലെ കാന സ്വദേശി നഥനയേലും സബദിയുടെ മക്കളും മറ്റ് 2 പേരും ഒരുമിച്ച് ഇരിക്കുകയായിരുന്നു. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും നിന്നോടൊപ്പം വരുന്നുവെന്ന് അവർ മറുപടി പറഞ്ഞു. അങ്ങനെ അവർ പുറപ്പെട്ട് വഞ്ചിയിൽ കയറി. എന്നാൽ അന്ന് രാത്രി അവർക്കൊന്നും കിട്ടിയില്ല. നേരം പുലർന്നു തുടങ്ങിയപ്പോൾ യേശു കടൽക്കരയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അത് യേശു ആണെന്ന് ശിഷ്യർ അറിഞ്ഞില്ല. അപ്പോൾ യേശു അവരോട്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കയ്യിൽ മീനൊന്നുമില്ലേ എന്ന് ചോദിച്ചു. ഇല്ല എന്നവർ മറുപടി പറഞ്ഞു. യേശു അവരോട്, വഞ്ചിയുടെ വലത്തുവശത്ത് വലയെറിയുക, നിങ്ങൾക്ക് മീൻ കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വലയെറിഞ്ഞു. വലിയൊരു കൂട്ടം മീൻ അകപ്പെട്ടതിനാൽ വല വലിച്ചു കൂട്ടാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാണ് എന്ന് പറഞ്ഞു. കർത്താവാണ് എന്ന് കേട്ടതും പണിക്ക് വേണ്ടി അഴിച്ചു വെച്ചിരുന്ന തൻ്റെ മേൽവസ്ത്രം ധരിച്ച് ശീമോൻ പത്രോസ് കടലിലേക്ക് ചാടി. അതിനിടയിൽ മറ്റ് ശിഷ്യർ കരയിൽ നിന്നും ദൂരെയല്ലാത്തതിനാൽ വല നിറയെ മത്സ്യം വലിച്ചുകൊണ്ട് വഞ്ചിയുമായി വന്നു. അവർ കരയിലെത്തിയപ്പോൾ കനലിൽ നേരത്തെ ഒരുക്കിയ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ശീമോൻ പത്രോസ് മുന്നോട്ട് വന്ന് 153 വലിയ മീനുകൾ നിറഞ്ഞ വല കരയിലെത്തിച്ചു. അത്രയധികം ഉണ്ടായിട്ടും വല കീറിയില്ല. വന്ന് പ്രഭാതഭക്ഷണം കഴിക്കുക എന്ന് യേശു അവരോട് പറഞ്ഞു. അത് കർത്താവാണ് എന്ന് അറിയാവുന്നതുകൊണ്ട് അങ്ങ് ആരാണ് എന്ന് ചോദിക്കാൻ ശിഷ്യരിൽ ആരും ധൈര്യപ്പെട്ടില്ല. യേശു വന്ന് അപ്പവും അതുപോലെ മീനും എടുത്ത് അവർക്ക് നൽകി. മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം യേശു ശിഷ്യർക്ക് പ്രത്യക്ഷനായി. അവർ പ്രഭാതഭക്ഷണം കഴിച്ചതിന് ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ശീമോൻ യേശുവിനോട്, അതേ കർത്താവേ, എനിക്ക് അങ്ങയെ ഇഷ്ടമാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ എന്ന് മറുപടി പറഞ്ഞു. യേശു അവനോട്, എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക. 2-ാം പ്രാവശ്യവും യേശു അവനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ശീമോൻ യേശുവിനോട്, അതേ കർത്താവേ, എനിക്ക് അങ്ങയെ ഇഷ്ടമാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകൾക്ക് ഇടയനായിരിക്കുക. 3-ാം പ്രാവശ്യവും യേശു അവനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നിനക്കെന്നെ പ്രിയമാണോ എന്ന് ചോദിച്ചു. 3-ാം പ്രാവശ്യവും യേശു തന്നോട്, നീ എന്നെ പ്രിയപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചതുകൊണ്ട് പത്രോസിന് സങ്കടമായി. പത്രോസ് യേശുവിനോട്, കർത്താവേ, അങ്ങെല്ലാം അറിയുന്നുണ്ടല്ലോ. ഞാൻ അങ്ങയെ പ്രിയപ്പെടുന്നുവെന്ന് അങ്ങറിയുന്നു. യേശു പത്രോസിനോട്, എൻ്റെ ആടുകളെ മേയ്ക്കുക. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ചെറുപ്പമായിരുന്നപ്പോൾ സ്വയം അരമുറുക്കി നിനക്കിഷ്ടമുള്ള ഇടത്തേക്ക് നടക്കുമായിരുന്നു. എന്നാൽ പ്രായമേറുമ്പോൾ നീ കൈനീട്ടി മറ്റാരെങ്കിലും നിൻ്റെ അരമുറുക്കി നിനക്ക് പോകാൻ ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് എത്തിക്കും. ഏത് വിധത്തിലുള്ള മരണത്തിലൂടെ താൻ ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് സൂചിപ്പിക്കാനാണ് യേശു ഇത് പറഞ്ഞത്. ഇത് പറഞ്ഞതിന് ശേഷം യേശു പത്രോസിനോട്, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. പത്രോസ് തിരിഞ്ഞു നോക്കുമ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ അവരെ അനുഗമിക്കുന്നത് കണ്ടു. അത്താഴത്തിൽ യേശുവിൻ്റെ നെഞ്ചോട് ചാഞ്ഞ്, കർത്താവെ, ആരാണ് അങ്ങയെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നത് എന്ന് ചോദിച്ച ശിഷ്യൻ തന്നെ. അയാളെ കണ്ടിട്ട് പത്രോസ് യേശുവിനോട്, ഇവൻ്റെ കാര്യം എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു. യേശു പത്രോസിനോട്, ഞാൻ വരുന്നതുവരെ ഇവൻ ഇരിക്കണമെങ്കിൽ നിനക്കതിൽ എന്താണ് കാര്യം? നീ എന്നെ അനുഗമിക്കുക. ഈ സംഭാഷണം കാരണം ആ ശിഷ്യൻ മരിക്കില്ല എന്നൊരു പറച്ചിൽ സഹോദരന്മാരുടെ ഇടയിലുണ്ടായി. അവൻ മരിക്കില്ല എന്നല്ല യേശു പറഞ്ഞത്. പകരം, ഞാൻ വരുന്നതുവരെ ഇവൻ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിനക്കതിൽ എന്താണ് കാര്യം എന്ന് മാത്രമാണ്. ഈ കാര്യങ്ങൾ എഴുതി സാക്ഷീകരിക്കുന്നത് ആ ശിഷ്യൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സാക്ഷീകരണം സത്യമാണെന്ന് നാം അറിയുന്നു. യേശു ചെയ്ത മറ്റനേകം കാര്യങ്ങളുണ്ട്. അതെല്ലാം വിശദമായി എഴുതിയാൽ
അങ്ങനെ എഴുതുന്ന പുസ്തകങ്ങൾ ഉൾക്കൊള്ളാൻ ഈ ലോകം തന്നെ മതിയാകില്ല എന്ന് ഞാൻ കരുതുന്നു.